Hi friends, welcome to my channel V3 Fashion. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന പോലെ ഇന്നത്തെ ഈ വീഡിയോയിൽ ചെയ്യുന്നത് പട്ടുപാവാടയുടെ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. തുടർന്ന് അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നിടുന്ന ഈ വീഡിയോസിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ആവശ്യമായിട്ടുള്ള മെഷർമെൻറ്റ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ലെങ്ത് 22, വെയ്സ്റ്റ് 19, ബെൽറ്റ് ലെങ്ത് 10. അതായത് നമ്മുടെ ഷോൾഡറിൽ നിന്ന് സ്കേർട്ട് വരെയുള്ള ലെങ്ത്താണ്. അത് നമുക്ക് സ്കേർട്ട് ഉലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടിങ് ബെൽറ്റാണ്. ഇപ്പം ഇത്രയും മെഷർമെൻറ്റ്സ് ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മുടെ ലെങ്ത് എന്ന് പറയുന്നത് 22 ആണ്. അപ്പോൾ പട്ടയുടെ വീതി 1.5. അപ്പോൾ ഞാൻ 1 ഇഞ്ച് കുറച്ചാണ് എടുക്കുന്നത്. 22 എന്നുള്ളത് 21 ഞാൻ സ്കേർട്ട് കട്ട് ചെയ്യാണ്. അപ്പോൾ 1.5 ഇഞ്ച് പട്ട പിടിപ്പിക്കുമ്പോഴത്തേക്കും 1/2 ഇഞ്ച് ജോയിൻ ചെയ്ത് വരുമ്പോഴത്തേക്കും ആ 1.5 ഇഞ്ച് 22 ഇഞ്ച് ലെങ്ത്ത് കറക്റ്റ് ആവുന്നതാണ്. അപ്പം 22 എന്നുള്ളത് 21 ഇഞ്ചിൽ ഞാൻ ഈ ക്ലോത്ത് കട്ട് ചെയ്യാണ്. 21 ഞാൻ ഇതേമാതിരി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യാം. അപ്പം ഞാൻ 21 ഇഞ്ച് ലെങ്ത്തിൽ ക്ലോത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. അതേ ലെങ്ത്തിൽ തന്നെ ഞാൻ ലൈനിങ് പീസ് സ്കേർട്ടിൻ്റെ ലൈനിങ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ പട്ട നമുക്ക് ആവശ്യമായിട്ടുള്ള പട്ടയാണ്. അപ്പോൾ ഞാനിത് ഇതേമാതിരി 6.5 ഇഞ്ച് വീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനിത് 4ആയിട്ട് ഫോൾഡ് ചെയ്യും. ഇതേമാതിരി ഒന്ന് 2ആയിട്ട് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ഒന്നുകൂടെ ഫോൾഡ് ചെയ്യുക. അപ്പോൾ അതേ നമുക്ക് ആവശ്യമായിട്ടുള്ള 1.5 ഇഞ്ച് ഇത് ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇതേമാതിരി നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എന്തോരം വീതി വേണോ അത്രയും വീതിക്ക് നമുക്കിത് വിട്ടു കൊടുക്കാം. ഇത്തിരി വീതി കൂട്ടിയിടുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ഫ്ലെയറിൽ തയ്ക്കാനും പറ്റും. കൂടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത അതേ വീതി തന്നെ രണ്ടാമത് എടുക്കുക. അപ്പോൾ രണ്ടാമത് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഉള്ളിലോട്ട്, അതായത് തൊട്ട് മുമ്പ് നിന്നേച്ച ഫ്ലീറ്റ് എവിടം വരെയാണോ തൊട്ട് മുമ്പ് നിന്നേച്ച ഫ്ലീറ്റ് വന്നത് അത്രയും വരെ ഉള്ളിലോട്ട് ക്ലോത്ത് കയറ്റി കൊടുക്കണം. അതുപോലെ തന്നെ അടുത്തത് ഇതുപോലെ തന്നെ അതേ വീതിയിൽ അകലത്തിൽ ക്ലോത്ത് എടുക്കുക. തൊട്ട് മുമ്പ് വന്ന് നിൽക്കുന്ന ഫ്ലീറ്റിൻ്റെ അവിടം വരെ ഉള്ളിലോട്ട് ക്ലോത്ത് കയറ്റി കൊടുക്കുക. അതുപോലെ എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഫ്ലീറ്റ് താഴെ വരെ കിടക്കുകയും ചെയ്യും. പാവാടക്ക് നല്ല ഫ്ലെയർ കിട്ടുകയും ചെയ്യും. ഇതുപോലെ നമ്മുടെ അരവണ്ണം എത്രയാണോ അതനുസരിച്ച് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഈ വിരൽ ഇതേമാതിരി കയറ്റും പറയാൻ പറ്റും. കണ്ടോ, അത്ര ഈ ഒരു വിരലിൻ്റെ വീതിക്ക് ഞാൻ ഇതേമാതിരി ക്ലോത്ത് ഉള്ളിലോട്ട് കയറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഫ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. അത് ഫ്ലീറ്റ് ഇട്ടതിന് ശേഷം ഞാൻ ഓരോ ഫ്ലീറ്റും താഴെ വരെ ഇതേമാതിരി കൈ കൊണ്ട് തേച്ചിട്ട് ഇതേമാതിരി ഒന്ന് പിൻ ചെയ്യുന്നുണ്ട്. ആ ഫ്ലീറ്റ് താഴെ വരെ കറക്റ്റായിട്ട് നിൽക്കത്തക്ക രീതിയിലാണ് പിൻ ചെയ്യുന്നത്. എന്നിട്ട് ഈ പിൻ ചെയ്തതിന് ശേഷം ഞാനൊന്ന് അയൺ ചെയ്യും. ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്ലീറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് താഴെ വരെ കിടക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ ഇതേമാതിരി ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് ഫ്ലീറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലീറ്റ് എല്ലാം പിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അയൺ ചെയ്തെടുക്കാം നന്നായിട്ട്. അപ്പോൾ നമ്മുടെ ആവശ്യമായിട്ടുള്ള മെഷർമെൻറ്റ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. 19 എന്നുള്ളത് ഞാനിവിടെ 1/2 ഇഞ്ച് കൂടുതൽ വിട്ടിട്ട് 1.5 ഇഞ്ചോ 2 ഇഞ്ചോ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂടുതൽ എടുക്കുക. 19 എന്നുള്ളത് കറക്റ്റ് വേസ്റ്റ് റൗണ്ടാണ്. അപ്പോൾ നമ്മളത് കൂടുതൽ വേണം എപ്പോഴും ഫ്ലീറ്റ്സ് ഇടാനായിട്ട്. ഇനി നമുക്ക് ഈ എൻഡ് പീസും ഇതേമാതിരി മടക്കി തയ്ക്കേണ്ടതാണ്. നമുക്കിത് ഇതേമാതിരി ഞാനിനി പ്ലീറ്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ലൈനിങ് ഇതേമാതിരി അതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. താഴ്ഭാഗം മടക്കി തയ്ക്കുകയും വേണം. അപ്പോൾ ഞാൻ ഇതേമാതിരി നന്നായിട്ടൊന്ന് ഫ്ലീറ്റ് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ലൈനിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ലൈനിങ് ഇതിലോട്ട് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ 2 ഭാഗവും ഇതേമാതിരി 4 ഇഞ്ച് വീതിയിൽ മടക്കി ഒരു 2-2.5 ഇഞ്ച് ലെങ്ത്തിൽ ഇത്രയും ലെങ്ത്തിലൊന്ന് അടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് പട്ട പിടിപ്പിക്കുക. അതിനായിട്ട് ഞാൻ ആദ്യം കാണിച്ച പോലെ ഈ പട്ട പീസ് ഒന്ന് കറക്റ്റ് 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇത് ഇങ്ങാട് ഇത്രയും എക്സ്ട്രാ പീസ് ഇടണം. അത് നമുക്ക് ഉള്ളിലോട്ട് മടങ്ങി പോകേണ്ട ഭാഗമാണ്. നമുക്കിത് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മടക്കുക. അതിനുശേഷം
ഉള്ളിലോട്ട് നമ്മൾ എക്സ്ട്രാ ഇട്ടേച്ച പീസ് മടക്കിയതിന് ശേഷം കറക്റ്റ് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. ഇതേമാതിരി ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത പോലെ തന്നെ എൻഡ് പീസും അതേമാതിരി ഉള്ളിലോട്ടൊന്ന് മടക്കുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ സ്റ്റിച്ച് കഴിഞ്ഞ് പട്ടയൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ആദ്യം അടിച്ച് നിർത്തിയ ആ ഭാഗമുണ്ടല്ലോ, അവിടെ മുതൽ നമുക്ക് താഴെ വരെ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ ഇതേമാതിരി ഒരു പീസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ബെൽറ്റ് പീസാണ്. അപ്പോൾ ഞാനിതൊരു 1 ഇഞ്ച് വീതിയിൽ ഇതേമാതിരി 10 ഇഞ്ചാണ് നമ്മളുടെ ഷോൾഡർ മുതൽ പാവാട വരെയുള്ള ഇറക്കം. അപ്പോൾ ബാക്കിൽ 10, ഫ്രണ്ടിൽ 10, അങ്ങനെ 20 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് 22 ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ ഇതേമാതിരി ഒരു പീസ് ബെൽറ്റ് പീസ് അടിച്ചെടുക്കുകയാണ്. 2 സൈഡ് ഇതേമാതിരി ഒന്ന് പതിച്ചെടുക്കുക. അപ്പോൾ അതായത് ഒരു പീസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 പീസ് ഇതേമാതിരി എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് പാവാടയിൽ വെച്ചിട്ട്, അപ്പോൾ നമ്മൾ 1 ഇഞ്ചാണ് കൂടുതൽ എടുത്തിരിക്കുന്നത്. 1 ഇഞ്ച് ഉള്ളിലോട്ട് പോകത്തക്ക രീതിയിൽ ഇതേമാതിരി ഫ്രണ്ട് പോർഷനിൽ ആദ്യം 2 പീസും പിടിപ്പിച്ചു കൊടുക്കുക. ഷോൾഡർ അകലത്തിൽ വേണം ഇത് പിടിപ്പിക്കണമെങ്കിൽ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ബാക്കിലോട്ടാണ്. ബാക്കിലോട്ട് ഇത് ക്രോസ് ചെയ്ത് പിടിപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്യാം. നമ്മുടെ പട്ടുപാവാട റെഡി ആയിരിക്കുകയാണ്. ഇതുപോലെ പ്ലീറ്റ്സൊക്കെ കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ബെൽറ്റ് എന്തിനാണ് വെച്ചിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പിള്ളേർ സ്കേർട്ട് കൊടുക്കുമ്പോൾ ഉലിഞ്ഞ് വീടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുമാതിരി ത്രെഡ് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കുള്ള വീഡിയോ ആയിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ തുടർന്നുള്ള എല്ലാ വീഡിയോസിനും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. താങ്ക് യു.